നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യമായിരുന്നു LDF അല്ലാതെ മറ്റാരുണ്ട് എന്നത്. ഈ വാചകങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫ്ലെക്സുകളായി നിറഞ്ഞു നിന്നിരുന്നു. പിണറായി വിജയന്റെ തലയും ഈ വാചകങ്ങളും ചേർത്ത് വലിയ കട്ടൌട്ടുകൾ അടിച്ച് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചു. ഈ വാചകങ്ങൾ ഹിറ്റാകുമെന്ന് CPM പ്രതീക്ഷകൾ തെറ്റായെന്ന് തെരഞ്ഞെടുപ്പ് ഫലം ബോധ്യമാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാചകങ്ങളെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ മന്ത്രി P. രാജീവ്. കളമശ്ശേരിയിൽ ഏറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയും ജനകീയ MLA എന്ന ലേബലിൽ 5 വർഷം തിളങ്ങിയിട്ടും ഫലം വന്നപ്പോൾ രാജീവ് തോറ്റു. രാജീവ് മാത്രമല്ല, എറണാകുളം ജില്ലയിൽ ഒരു LDF MLA പോലും വിജയിച്ചുമില്ല. പിന്നാലെയാണ് LDF ആപ്തവാക്യത്തെ തള്ളിപ്പറഞ്ഞ് P. രാജീവ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ മറ്റൊരു ബോധമാണ് സൃഷ്ടിച്ചത്. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റി. അനുഭവത്തിൽ നിന്നും ഭാവിയിൽ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന് മനസ്സിലാക്കുന്നതായും P. രാജീവ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടി സ്വീകരിക്കണമായിരുന്നുവെന്നും പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളല്ല നോക്കേണ്ടിയിരുന്നതെന്നും വിലയിരുത്തൽ ഉണ്ടായിക്കഴിഞ്ഞു. പ്രതിഭാഗം അഭിഭാഷകനെ സർക്കാർ വക്കീലാക്കിയതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ലോക്സഭ, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നിവയിൽ തോൽവിയിൽ പാർട്ടി പരിശോധന നടത്തിയിരുന്നു. വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് തുടർഭരണം ലഭിക്കുമെന്ന് കരുതിയാണെന്നും P. രാജീവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം CPIയും പിണറായി സർക്കാരിന്റെ തെറ്റായ നടപടികൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ കാലത്തെ നടപടികളോടുള്ള ജനങ്ങളുടെ എതിർപ്പും ഭരണവിരുദ്ധ വികാരവുമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതെന്ന് വ്യക്തമാക്കുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം, സംഘടനാ വീഴ്ച, സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച എന്നിവയും തോൽവിക്ക് മുഖ്യ പങ്ക് വഹിച്ചുവെന്ന് താഴെത്തട്ടിലെ ചർച്ചകൾ വിലയിരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് പരസ്യ പ്രതികരണം നടത്തിയ നേതാവ് KR ചന്ദ്രമോഹനെ ശാസിക്കാനും മറ്റന്നാൾ ചേരുന്ന CPI സംസ്ഥാന കൗൺസിലിൽ ഇതിൽ അന്തിമ തീരുമാനമെടുക്കാനും ധാരണയായിട്ടുണ്ട്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും CPM സംസ്ഥാന കമ്മിറ്റിക്കും സെക്രട്ടേറിയറ്റിനും വീഴ്ച പറ്റിയെന്നുമാണ് CPM സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. പയ്യന്നൂരിൽ പാർട്ടിക്കകത്തെ വിഭാഗീയത വോട്ട് ചോർച്ചയ്ക്ക് കാരണമായെന്നും കണ്ണൂർ, ആലപ്പുഴ, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ മുൻ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും UDF ബാനറിൽ മത്സരിച്ചത് പാർട്ടിക്കെതിരായ പ്രചാരവേല ശക്തിപ്പെടാൻ ഇടയാക്കി. UDF CPMനെതിരെ അടിസ്ഥാനരഹിത പ്രചാരണങ്ങൾ നടത്തിയെന്നും വർഗീയ ശക്തികളോട് മൃദു സമീപനം സ്വീകരിച്ചത് BJPക്ക് അനുകൂല സാഹചര്യം ഒരുക്കിയെന്നും റിപ്പോർട്ടിലുണ്ട്. മാധ്യമങ്ങളിൽ പാർട്ടിക്കെതിരെ വന്ന വിമർശനങ്ങൾ അതേപോലെ അവതരിപ്പിക്കാനാണ് ഒരു വിഭാഗം പ്രവർത്തകർ പരിശ്രമിച്ചത്. പഴയ വിഭാഗീയതയുടെ അവശിഷ്ടങ്ങൾ മനസ്സിൽ വെച്ച് ചർച്ചയിൽ പങ്കെടുത്ത ചിലരുമുണ്ടെന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. സാധാരണക്കാരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിലും ഉപജീവന മാർഗങ്ങളിലും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ജനങ്ങളെ മുന്നണിയിൽ നിന്നും അകറ്റാനിടയാക്കിയെന്നും പറയുന്ന റിപ്പോർട്ട് പിണറായി വിജയന്റെ നടപടികളെ ശക്തമായി എതിർക്കുന്നുണ്ട്. CPIയും CPMലെ ചില നേതാക്കളും പിണറായി വിജയനെയും മുതിർന്ന CPM നേതാക്കളെയും തള്ളിപ്പറയുമ്പോൾ വലിയ പൊട്ടിത്തെറിയിലേക്കാണ് LDF കടക്കുന്നത്. CPI മുന്നണി വിടാനുള്ള സാഹചര്യം തള്ളിക്കളയാനാകില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ചൂണ്ടിക്കാട്ടുമ്പോൾ മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്.